എക്സാംസിന്റെ വലിയ റിസർവേഷന്റെ ഒന്നും ആവശ്യം ഞാൻ കാണുന്നില്ല. കാരണം പഠിക്കുന്നവർക്ക് വേണം റാങ്ക് കൂടുതലേക്ക്, അല്ലാതെ ഈ ലോവർ കാസ്റ്റ് വുമൻസ് അങ്ങനെയുള്ള ഒരു റിസർവേഷന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ കാസ്റ്റിസം, റേസിസം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പം അധികം ഉണ്ട്, എന്നാലും കണ്ടുവരാറില്ല. ഈ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമല്ലേ, റിസർവേഷൻ വഴി കയറുന്ന അത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കാൻ കഴിവുള്ള പിള്ളേർക്ക് അവർക്ക് കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടും. അത് കാരണം വിവരമുള്ള ഒറ്റ ഒരുത്തം പോലും ആ കോളേജിൽ ഇല്ലേ എന്നാണ് ആദ്യം ചോദിക്കാനുള്ളത്. അവിടെ സംസാരിച്ച 3 പേരും പഠിപ്പ്, കഴിവ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള അടിസ്ഥാന ബോധം പോലും ഇവർക്ക് ആർക്കുമില്ല. ഇവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയെന്ന് വെച്ചാൽ കാസ്റ്റ് എന്നൊരു സാധനമില്ല എന്നൊരു ധാരണയാണ് ഇവർ കാണിക്കുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെയാണ് ജാതീയത നിലനിൽക്കുന്നതെന്ന് ഇവർക്ക് ഒരു പിടിയുമില്ല. നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ അധികാരം കൈവച്ചിരിക്കുന്നത് എക്കണോമിക്കലായാലും പൊളിറ്റിക്കലായാലും എല്ലാം അപ്പർ കാസ്റ്റാണ്. റിസോഴ്സുകൾ കൂടുതൽ നിയന്ത്രിക്കുന്നതും ഈ അപ്പർ കാസ്റ്റ് സവർണ വിഭാഗത്തിൽ വരുന്ന ആളുകൾ തന്നെയാണ്. ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ അപ്പർ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളരുന്ന ഒരു കുട്ടി, ഈവൻ ദോ ഹി ഈസ് കാസ്റ്റ് ബ്ലൈൻഡ്, ഹി ഈസ് എൻജോയിങ് ഓൾ ദാറ്റ് കാസ്റ്റ് പ്രിവിലേജ് ബിക്കോസ് ഓഫ് ദിസ് പവർ സിസ്റ്റം. പഠിക്കാനുള്ള കഴിവ് ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അതിനുള്ള ആവത് കിട്ടുന്നത് ഇത്തരം റിസോഴ്സുകൾ കാരണമാണ്. എന്തിനേറെ ഇവിടുത്തെ ദളിത് വിഭാഗത്തിന്റെ കണക്കുകൾ എടുത്തു നോക്കിയാൽ പോലും ഏറ്റവും കുറവ് റിസോഴ്സ് ഉള്ളത് അവർക്ക് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അവരുടെ അവസ്ഥ ഒരിക്കലും ഈ അപ്പർ കാസ്റ്റ് ആളുകളെ പോലെയേ അല്ല. പിന്നെ അത്രയ്ക്ക് അന്തസ്സുള്ള ആൾക്കാരാണെങ്കിൽ ഇവരുടെയൊക്കെ അപ്പനപ്പൂപ്പന്മാർ കട്ടുവച്ച മുതൽ കൈവച്ചിട്ട് ഇങ്ങനെ ഡയലോഗ് അടിക്കാൻ വരരുത്. അതെല്ലാം തിരിച്ചു കൊടുക്കാൻ തയ്യാറാവണം. ഇവിടെ ഒരു അടിമ വ്യവസ്ഥ എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഈ ഉടമകളെ പോലെ നിന്നിരുന്നവർ ആദിവാസികളുടെ ഭൂമി അടക്കം കയ്യേറി. അങ്ങനെ പലതരത്തിലുള്ള പരിപാടികൾ ചെയ്താണ് ഇവർക്കിന്ന് കയ്യിലുള്ള റിസോഴ്സ് ഒക്കെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കിട്ടിയ റിസോഴ്സ് എല്ലാം യഥാർത്ഥ അവകാശികളുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അന്നവർ അടിമയെപ്പോലെ അധ്വാനിച്ചതിന്റെ യഥാർത്ഥ പ്രതിഫലമായിട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ ആ റിസോഴ്സൊക്കെ ഉപയോഗിച്ച് പഠിച്ച് മുകളിലേക്ക് വരട്ടെ. അങ്ങനെ അവർ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ റിസർവേഷനൊക്കെ എടുത്തു കളയാം. അങ്ങനെ ചെയ്യാൻ ഈ റിസർവേഷൻ വിരോധികൾ തയ്യാറാണോ? അല്ലാതെ ഈ മുതലെല്ലാം കൂടി വച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് ആ പ്രിവിലേജിൽ ഡയലോഗ് അടിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ ഇവർ എടുത്തിടുന്ന ഒന്നാണ് കൂട്ടത്തിന്റെയും ഇൻഡിവിജ്വലിന്റെയും താരതമ്യം. ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ എടുത്തിട്ട് അവരുടെ സാഹചര്യം എന്ത്, അവരുടെ റെപ്രസെന്റേഷൻ എന്താണ് എന്നിങ്ങനെയാണ് നോക്കേണ്ടത്. ഒരു ബ്രാഹ്മണനായ ദരിദ്രൻ, ഒരു പണക്കാരനായ ദളിതൻ, ഈ ലോകത്ത് ഒരു കാര്യവും അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെ ഇൻഡിവിജ്വൽ സാധനങ്ങൾ എടുത്ത് നോക്കിയിട്ടല്ല. ശരിയാണ്, അപ്പർ കാസ്റ്റ് ആയാലും അവിടെയും ദാരിദ്ര്യം നേരിടുന്ന മനുഷ്യരുണ്ട്. എന്നാൽ അവരുടെ അവസരങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് അവരെക്കാൾ വീക്കറായി നിൽക്കുന്ന ആളുകളല്ല, അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള അവരെക്കാൾ റിസോഴ്സ്ഫുള്ളായ മനുഷ്യരാണ് അത് കൊണ്ടുപോകുന്നത്. അങ്ങോട്ടേക്കാണ് ചോദ്യങ്ങൾ പോകേണ്ടത്. അല്ലാതെ നിങ്ങളെക്കാൾ ബുദ്ധിമുട്ട് ജീവിക്കുന്ന മറ്റുള്ള മനുഷ്യരോടല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്.